ചില സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങളിൽ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടാകാം, തോറ്റുകൊടുത്തിട്ടുണ്ടാകാം, പിന്മാറിയിട്ടുണ്ടാകാം, കീഴടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ വിശ്വാസത്തോടെ റോമർ 8:37 വെച്ചിട്ട് പറയണം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കും. വിശ്വാസത്തോടെ എത്ര പേർ പറയും? കരമുയർത്തിയെന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല. സ്തോത്രം. 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭ ഒക്കെയും അവരോട്, മിസ്രൈം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ നിരാശ കയറി കഴിഞ്ഞാൽ പറയാത്തതൊക്കെ പറയും, പറയാത്തതൊക്കെ, വേണ്ടാത്തതൊക്കെ പറയും. അവിടെ പറയുകയാണ്, സ്തോത്രം, മിസ്രൈം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാ നന്ദിയുള്ളൊരു ഹൃദയം അവർക്കല്ലേ. സ്തോത്രം. അവിടെ കിടന്നിടത്തുനിന്ന് സ്തോത്രം, ഹല്ലേലൂയ, വൈക്കോലും കൊടുക്കാതെ, ഇഷ്ടിക ഉണ്ടാക്കി ഭക്ഷണവും കൊടുക്കാതെ, സ്തോത്രം, വെള്ളം കിട്ടാതെ, വെയിലും കൊണ്ട് കിടന്ന സ്ഥാനത്ത് നിന്ന് ഇതുങ്ങളെ പൊക്കിയെടുത്ത് മരുഭൂമിയിലുള്ള തീറ്റയും കൊടുത്ത് വെള്ളവും കൊടുത്ത്, സ്തോത്രം, ചൂടുപോലും ഏൽക്കാതെ AC ആക്കി മരുഭൂമി. ഒന്നാലോചിച്ച് നോക്കി. അങ്ങനെ നടത്തിക്കൊണ്ടുവന്ന ജനമ പറഞ്ഞേ, മിസ്രൈമിലും ചില കൊച്ചു കൊച്ചു പ്രതികൂലങ്ങളൊക്കെ വന്ന് പറയാറില്ലേ, നിന്നിടത്ത് നിന്നാ മതിയായിരുന്നു. ശരിയല്ലേ? ശരിയാ. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. അവിടെ നേരെ പള്ളിയിൽ പോവുക, കണ്ടു എല്ലാം കണ്ട് തിരിച്ചു പോരാം. ഒരാൾ എന്നെ കുറ്റം പറയത്തില്ല. ഞാൻ ആരെയും കുറ്റം പറയാൻ എന്ത് സമാധാനമാണെന്നറിയോ? അല്ലേ? അവിടെ ആരെങ്കിലും കുറ്റം പറയോ, പരദൂഷണം പറയോ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടു, കണ്ടു, പോന്നു, അത്രേ ഉള്ളൂ. ദൈവമായിട്ടും ബന്ധമൊന്നുമില്ല. പക്ഷെ കണ്ടു, കേട്ടു, പോന്നു, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. അല്ല ദൈവമക്കളെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കഷ്ടങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, കഷ്ടങ്ങൾ നിറഞ്ഞ പാതയിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല വെല്ലുവിളികളും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളും നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കലും നമുക്ക് ദോഷമായി ചെയ്യാനല്ല, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ദൈവം ചെയ്യുന്നത്.